എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖായിരിക്കുന്നു എന്ന് കരുതുന്നു. ഓണം സ്പെഷ്യൽ റെസിപ്പി ഓലനാണ് ഇന്നത്തെ. ഓണസദ്യയിൽ ഒഴിച്ചൂടാനാവാത്ത ഒരു വിഭവമാണ് ഓലൻ. പക്ഷേ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു വിഭവം കൂടിയാണ്. അപ്പോൾ അത് റെസിപ്പി എങ്ങനെയാണ് തയ്യാറാക്കിയെടുത്തിരിക്കുന്നതെന്ന് വീഡിയോ എല്ലാവരും കണ്ടു നോക്കൂ. ഞാൻ എന്താ കുമ്പളങ്ങയാണ് എടുത്തു വച്ചിരിക്കുന്നത്. കുമ്പളങ്ങ കൊണ്ടും മത്തൻ കൊണ്ടും നമുക്ക് ഓലൻ തയ്യാറാക്കിയെടുക്കാം. ഒരുപാട് കനത്തിൽ അരിഞ്ഞെടുക്കരുത്, വളരെ കനം കുറഞ്ഞു വേണം ഇത് അരിഞ്ഞെടുക്കാനായിട്ട്. അപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് അരിഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് എത്രയാണോ കറി തയ്യാറാക്കേണ്ടത് അതനുസരിച്ച് കഷ്ണങ്ങൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഇനി നമുക്കിതാ വളരെ എളുപ്പത്തിൽ കറി തയ്യാറാക്കിയെടുക്കാം. കുക്കറിൽ തയ്യാറാക്കിയെടുക്കേണ്ട ആവശ്യമില്ല. ഇതുപോലൊരു സ്റ്റീൽ പാത്രത്തിലോ അതുപോലൊരു പാനിലേക്കോ നമ്മളിതായി ഒരു അരിഞ്ഞു വെച്ചിരിക്കുന്ന കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. പച്ചമുളകാണ് നമ്മൾ ഓലനിലേക്ക് ചേർക്കാറുള്ളൂ, മുളക് പൊടിയൊന്നും ഉപയോഗിക്കില്ല. അപ്പം ഞാൻ എരിവിന് ആവശ്യമായ 3 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടത് അതനുസരിച്ച് മുളകിൻ്റെ അളവെടുക്കുക കേട്ടോ. ഇനി വേണ്ടത് ഇഞ്ചിയാണ്. ഇഞ്ചി അത്യാവശ്യം നല്ലോണം വലിയൊരു കഷ്ണം ഇഞ്ചി കനം കുറഞ്ഞ് ഇതുപോലെ ഒന്ന് അരിഞ്ഞെടുക്കുക. അതുപോലെ തന്നെ കറിവേപ്പിലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നാളികേരത്തിൻ്റെ 2ാം പാലാണ്. കഷ്ണത്തിൻ്റെ മുകളിൽ നാളികേരപ്പാൽ നിൽക്കത്തക്ക രീതിയിൽ ചേർത്ത് കൊടുക്കുക. ഒരു നാളികേരത്തിൻ്റെ പാൽ എടുത്തിട്ടുണ്ട്, 1ാം പാലും 2ാം പാലും ഞാൻ എടുത്തിട്ടുണ്ട്. ഇത് 2 രീതിയിൽ നമുക്ക് ഓലൻ തയ്യാറാക്കിയെടുക്കാം കേട്ടോ. നാളികേരപ്പാലിൽ വേവിക്കാതെ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് കുമ്പളങ്ങ വേവിച്ചെടുക്കാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ വേവിച്ചെടുത്താൽ നമ്മുടെ ഈ ഓലന് ഒരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ട് ഇന്ന് നമ്മൾ നാളികേരപ്പാലിലാണ് ഈ ഒരു കുമ്പളങ്ങ കഷ്ണങ്ങൾ വേവിച്ചെടുക്കുന്നത്. ദഹനത്തിന് ഏറ്റവും നല്ല ഒന്നാണ് ഈ ഒരു ഓലൻ. കാരണം ഇഞ്ചിയും പച്ചമുളകും മാത്രം ചേർത്താണ് നമ്മളിത് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ സദ്യയൊക്കെ കഴിക്കുമ്പം ഈ ഓലൻ കഴിക്കുന്നത് വളരെ നല്ലതാണ്. ഇനി നമ്മൾക്കിതാ ഇതൊന്ന് വേവിച്ചെടുക്കണം. അതിന് വേണ്ടിയിട്ട് സ്റ്റൗവിലേക്ക് ഞാൻ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നമ്മൾ ഇതൊന്ന് ചൂടായതിന് ശേഷം മാത്രം ഉപ്പിട്ട് കൊടുത്താൽ മതി കേട്ടോ. ചെറിയൊരു ചൂട് വന്നപ്പം ഉപ്പിട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഇത് അടച്ചു വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. കുമ്പളങ്ങയാണ്, ഒരുപാട് സമയമൊന്നും വേണ്ട, വളരെ എളുപ്പത്തിൽ നമുക്ക് ഇത് വെന്ത് കിട്ടും. ആ നാളികേര പാലിലിരുന്നിട്ട് ആ കുമ്പളങ്ങ കഷ്ണങ്ങൾ നല്ലപോലെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഇടയ്ക്ക് ഞാനൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ ശ്രദ്ധിക്കേണ്ടത് കുമ്പളങ്ങ ഒരുപാട് വെന്തങ്ങ് ഉടഞ്ഞു പോരുത് കേട്ടോ. കുക്കറിലൊക്കെ നമ്മൾ തയ്യാറാക്കി വെച്ചാൽ കുമ്പളങ്ങ ചിലപ്പോൾ വെന്തങ്ങ് പോവും. ഓലനിൽ അങ്ങനെ പോരുത്. കുമ്പളങ്ങ കഷ്ണങ്ങൾ നമ്മൾക്ക് കഴിക്കാൻ കിട്ടത്തക്ക രീതിയിൽ തന്നെ എടുക്കണം. ഒന്ന് അടച്ചു വെച്ച് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഒരുപാട് സമയമൊന്നും എടുത്തില്ല കേട്ടോ, ഒരു 2 മിനിറ്റ് അത്രയേ ഉള്ളൂ. അപ്പോൾ കുമ്പളങ്ങ നല്ലപോലെ നമുക്ക് വെന്ത് കിട്ടിയിട്ടുണ്ട്. ആ ചേർത്ത് കൊടുത്ത നാളികേരപ്പാലും കണ്ടില്ലേ, അത്യാവശ്യം നല്ലപോലെ ഒന്ന് വറ്റി കിട്ടിയിട്ടുണ്ട്. ഈ ഒരു പാകത്തിനാണ്. നമ്മുടെ ചാനലിൽ നേരത്തെ തന്നെ ഓണവിഭവങ്ങളെല്ലാം അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ കാണാൻ താല്പര്യമുള്ളവർ കണ്ടു നോക്കൂട്ടോ. ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വീഡിയോസിൻ്റെയൊക്കെ ലിങ്ക് കൊടുക്കാം. ഇനി അതിനകത്തേക്ക് നമ്മൾ 1ാം പാല് ചേർത്ത് കൊടുക്കുക. 1ാം പാല് ചേർത്ത് കൊടുക്കുമ്പം സ്റ്റൗ ഓഫ് ചെയ്ത് കൊടുക്കണേ. ഇനി നമ്മളിത് തിളപ്പിക്കുകയൊന്നും ചെയ്യരുത്. അതുപോലെ തന്നെ ഓലൻ തയ്യാറാക്കി എടുക്കുമ്പം കുറച്ച് ലൂസായിട്ട് എടുക്കുക, ഒത്തിരി കട്ടിയിലെടുക്കരുത്. കാരണം ഒരു 10 മിനിറ്റ് ഇരുന്ന് കഴിയുമ്പം ഇത് ഒരുപാട് അങ്ങ് കട്ടിയായി പോവും. നമ്മൾ നാളികേരത്തിൻ്റെ പാലിലാണല്ലോ തയ്യാറാക്കി എടുക്കുന്നത്. അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക കേട്ടോ. ഇനി ഇതിനകത്തേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുക. ഓലനിലേക്ക് നമ്മൾ വറുത്തിടുക ഒന്നും ചെയ്യില്ല, അല്പം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുക. മുളക് പൊടിയോ അതുപോലെ തന്നെ മറ്റ് യാതൊരു പൊടികളും ചേർക്കാതെ ഇഞ്ചിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ധാരാളം ചേർത്ത് തയ്യാറാക്കിയെടുത്ത ഈ ഒരു കറി ഓണത്തിന് മാത്രമല്ല കേട്ടോ, അല്ലാതെയും തയ്യാറാക്കി കഴിക്കുന്നത് വളരെ നല്ലതാണ്, ദഹനത്തിനും നമ്മുടെ ആരോഗ്യത്തിനും ഒക്കെ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഓണത്തിന് തയ്യാറാക്കി നോക്കൂ. തയ്യാറാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിൽ പറയണം കേട്ടോ. മറ്റൊരു ഓണ വിഭവമായിട്ട് വീണ്ടും കാണാം. എല്ലാവരും സന്തോഷമായിട്ടിരിക്കുക. താങ്ക് യു.